കൃഷ്ണാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഗ്രീൻ പീസും ചിക്കനും വെച്ച് ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഗ്രീൻ പീസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 6-7 മണിക്കൂർ കുതിർത്ത് വെക്കാം. പിന്നെ 2-3 ചിക്കൻ്റെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇതൊക്കെ നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കി കൊണ്ടുവരാം. എല്ലാം അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഗ്രീൻ പീസിൻ്റെ കൂടെ ഞാൻ 2 പച്ചമുളകും കൂടെ ചേർത്ത് അരച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഈ ചിക്കൻ ഒന്ന് കറക്കിയെടുത്തതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഉള്ളി, വെളുത്തുള്ളി എല്ലാം അരച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ 1/2 ടീസ്പൂണോളം മുളക് പൊടിയും 1/2 ടീസ്പൂണോളം ഒറിഗാനോവും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് തന്നെ നമുക്ക് മിക്സ് ചെയ്യാം. ഇത് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഏതെങ്കിലും ഒരു ഷേപ്പിൽ, ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്കാക്കാം. ഒന്നിട്ട് റൗണ്ടിലോ അല്ല സ്ക്വയറായിട്ടോ ഏത് മാതിരി വേണമെങ്കിലും ആക്കിയെടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കാം. ഞാനൊരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഈ ഷേപ്പിലാണ് ആക്കിയത്. അത് ഈ കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തത്. അതുപോലെ നിങ്ങളടുത്ത് കട്ടർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഏതെങ്കിലും ഷേപ്പിൽ നിങ്ങൾക്കത് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാം. എന്നുവെച്ചാൽ ചിക്കനും ഗ്രീൻ പീസെല്ലാം വെന്ത് കിട്ടണം. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. നമുക്കിതൊന്ന് മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതിന് ആയിട്ടുണ്ടാവും 3-4 മിനിറ്റായി. ഇത് നമുക്കിനി കോരിയെടുക്കാം. എല്ലാം ആയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗ്രീൻ പീസ് ചിക്കൻ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്.